പക്ഷേ അതിൻ്റെ ഫലമുണ്ട്. കേവലം 2 വർഷം പോലും പ്രായമാകാത്ത ഫലവൃക്ഷങ്ങൾ അവിടെ കാച്ച് ഉലഞ്ഞു കിടക്കുകയാണ്. അത്യപൂർവമായ ഈ ദൃശ്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡ്. നമുക്കതൊന്ന് നേരിട്ട് കാണാം. ഏവർക്കും സ്വാഗതം. ഇത് മിസ്റ്റർ KT തോമസ്. 17 വർഷം ഇന്ത്യൻ മിലിറ്ററിയിൽ സർവീസ് അനുഷ്ഠിച്ച ജവാനാണ്. 1971 ബംഗ്ലാദേശ് യുദ്ധത്തിലടക്കം ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പം മിലിറ്ററിയിൽ നിന്ന് വന്നിട്ടും അക്ഷരാർത്ഥത്തിൽ മറ്റൊരർത്ഥത്തിൽ അദ്ദേഹം ഇപ്പോഴും യുദ്ധത്തിലാണ്. യുദ്ധം ഭൂമി തരിശിടുന്നതിന് എതിരായിട്ടാണ് എന്ന് മാത്രം. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ടെറസിലാണ് നാം ഇന്ന് നിൽക്കുന്നത്. ഈ ടെറസിലാണെങ്കിൽ ഒട്ടനവധി ഇനം ഫലവൃക്ഷങ്ങൾ, പച്ചക്കറികൾ, ഔഷധ സസ്യങ്ങൾ, പുഷ്പ ചെടികൾ, അങ്ങനെ പലതും നമുക്കിവിടെ കാണാം. നമുക്ക് ഇത് ഓരോന്നായി കണ്ട് പരിചയപ്പെട്ട് എങ്ങനെയാണ് ഇത് സാധിക്കുന്നത് എന്ന് തോമസിനോട് ചോദിച്ചു തന്നെ ഒന്ന് മനസ്സിലാക്കാം. അത് പ്രേക്ഷകർക്കും ഒട്ടേറെ ഗുണപ്രദമാകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. തോമസേട്ടാ, ഇവിടെ എന്തൊക്കെയാണ് ഫലവൃക്ഷങ്ങൾ ഈ ടെറസിൽ ഇപ്പോൾ? സാറേ, എൻ്റെ ടെറസിൽ ഇപ്പം 41 വെറൈറ്റീസ് ഫലവൃക്ഷങ്ങളാണ് ഉള്ളത്. 41 വെറൈറ്റീസ് വൃക്ഷങ്ങളോ? 41 വെറൈറ്റീസ് വൃക്ഷങ്ങളാണ് ഉള്ളത്. അതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള വെറൈറ്റി എന്ന് പറയുന്നത് മാവാണ്. ആദ്യം നമുക്ക് മാവിൽ നിന്ന് തുടങ്ങാം. ഓ ശരി. ഓക്കെ തോമസേട്ടാ, ഇതൊരു വലിയ മാങ്ങയാണല്ലോ ഇപ്പോഴേ? ആണ് സാർ, വലിയ മാങ്ങ. ഇതിന്റെ മല്ലിക മാങ്ങ എന്ന് പറയും. മല്ലിക മാങ്ങ മാർക്കറ്റിൽ വരുമ്പോൾ വലിയ ഫേമസ് മാങ്ങയാണ്. എനിക്ക് നല്ല പരിചയമുണ്ട്. നല്ല വാസനയും മധുരവും എല്ലാം ഉണ്ട്. ഈ മല്ലിക മാവിന് ഇപ്പൊ എന്ത് പ്രായമുണ്ട്? ഇതിന് സാർ 2 വർഷത്തെ പ്രായമുണ്ട്. ഇത് എവിടെ നിന്നാണ് ഇതിന്റെ തൈ വാങ്ങിച്ചത്? ഇതിന്റെ തൈ വാങ്ങിച്ചത് നമ്മളെ എക്സിബിഷൻ പാളയത്തു നിന്നാണ് വാങ്ങിച്ചത്. അത് ഒരു തൈന് എന്ത് വിലയായി? അന്ന് ആ തൈക്ക് ഏതാണ്ട് ചെറിയ തൈ ആയിരുന്നു. അതിന് 140 150 രൂപ 150 വിലയായിരുന്നാണ് ഇപ്പോൾ. ആ തൈ കൊണ്ടുവന്നിട്ട് ഈ റബ്ബർ കൊട്ടയ്ക്ക് എന്ത് വിലയായി? റബ്ബർ കൊട്ടയ്ക്ക് പല വിലയുടെ ഉണ്ട്. ഞാൻ ഇച്ചിരി കോസ്റ്റില് 150 രൂപ ആവറേജ്. റബ്ബർ കൊട്ട വാങ്ങിച്ചു. അത് കഴുകി വൃത്തിയാക്കി അതിനകത്ത് എന്തൊക്കെയാണ് നിറച്ചത്? അതിനകത്ത് നമ്മൾ നിറച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് ഇവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ മണൽ നിറയ്ക്കണം, പിന്നെ അതിൻ്റെ മേളിൽ ഇടണം, ഇതെല്ലാം ചെയ്യണം. ഞാനിതൊന്നും ചെയ്തിട്ടില്ല. ഇവർ പറയുന്ന രീതിയിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ഈ കടപ്പുറത്തെ
പൂഴി മണലിനകത്താണ് ഇത് നിൽക്കുന്നത്. അത് ശരി. ശരിക്ക് ഈ റെഡ് സോയിലാണ് ഇതിന് വേണ്ടത്, അല്ലെങ്കിൽ ബ്ലാക്ക് സോയിലാണ് കൃഷിക്ക് വേണ്ടിയിട്ട്. എനിക്ക് ഞാൻ റെഡിനും എങ്ങും പോയിട്ടില്ല, ബ്ലാക്കും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ഈ പരിസരത്തുള്ള മണ്ണെല്ലാം കൂടെ കോരി ഇതിനകത്തിട്ടിട്ട് വളവും കൂടെ ചേർത്ത് അങ്ങനെ ഇട്ടതാണ്. വളം ഞാൻ ചേർത്തത് ചാണകപ്പൊടി, ഷറാബിൽ എന്ന് പറയുന്നത് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കിൻ്റെയും കൂടെ മിശ്രിതമാണ്. അത് ഇട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് കൊള്ളാവുന്ന വളം എന്ന് പറയുന്നത് കോഴിക്കാരം, നല്ല വളം. ഒരുപാട് ഇടരുന്നുള്ളൂ, ഇവിടെ ചൂടായതുകൊണ്ട് അതിടാം, കൊള്ളാം. പിന്നെ പൊട്ടാസ്യം വേണ്ടിയ സമയത്താണെങ്കിൽ ചാരം നമുക്ക് കുറച്ചിടാം. പൊട്ടാസ്യം വാങ്ങിച്ചു കൊടുക്കണ്ട, എല്ലാ വൃക്ഷങ്ങൾക്കും പൊട്ടാസ്യത്തിൻ്റെ ആവശ്യമുണ്ട്. അതിൻ്റെ പിന്നെ അഭാവം കൊണ്ട് ഇലകളെല്ലാം ഒരുമാതിരി വല്ലാണ്ടായി പോകും. അപ്പോൾ ആ ചാരവും കുറച്ച് എല്ലാം കുറച്ച് ലിമിറ്റിലേ ഇടാം. പൊട്ടാഷ്യം ഇട്ടിട്ടില്ല. അതില്ല, അതിടാൻ പറ്റത്തില്ല. അതിനെക്കുറിച്ചുള്ള അതിൻ്റെ ഇൻഡിയോ ഏതാണെന്നല്ലേ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് പൊട്ടാഷ്യം എന്ന് പറയുമ്പോൾ ചാരമാണ്. ചാരം ഞാൻ അതൊക്കെ മനസ്സിലാക്കി. അപ്പോൾ അത് ഇടും. പിന്നെ ഇപ്പം കിട്ടുന്നത് ഈ ആട്ടുംപുഴുക്കൾ. ചുരുക്കത്തിൽ അപ്പോൾ ഒരു രാസവളം ഇട്ടിട്ടില്ല. ഇല്ല. രാസവളം ഞാൻ വളരെ ദൂരത്ത് നിർത്തിയിരിക്കുകയാണ്. രാസവളമായിട്ട് എനിക്കൊരു എന്തുമില്ല. ഞാൻ ജൈവവളമാണ്, ഓർഗാനിക് മാനുവേഴ്സ് അല്ലാണ് ഞാൻ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. കാരണം അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഫലങ്ങളൊക്കെ അനുഭവിച്ച് നോക്കി വളരെ ടേസ്റ്റ്ഫുള്ളാണ്. Your hair is your greatest treasure, and it deserves greatest care. Introducing new Dove All Replacement. With its lightweight texture, it is more easily absorbed compared to the others.